ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫും ചക്കക്കുരുവുമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ദിസ് ഇസ് തന്നെ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള 1 കിലോ ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലോട്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മീഡിയം സവാളയുടെ പകുതി, കുറച്ചധികം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിൽ ഒരു വിസിലടിച്ച് ഒരു 15-20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ബീഫ് നല്ലപോലെ വേവിച്ചെടുക്കണം. പല ബീഫിനും പല വേവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബീഫ് വെന്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് ഒരു വിസിലടിപ്പിച്ച് തീ ഓഫാക്കിയിട്ട് കുക്കറിൻ്റെ കംപ്ലീറ്റ് വിസിൽ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചക്കക്കുരുക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളിനി കാണിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി വേവിച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ച ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മളിപ്പോൾ ആവശ്യമുള്ള ചക്കക്കുരു വേവാനുള്ള വെള്ളവും ഒഴിച്ച് നമ്മുടെ ആ ബീഫിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. ഓൾറെഡി നമ്മൾ വേവിച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ച ബീഫിലോട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു പാത്രം ചക്കക്കുരും അത് വേവാനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് ഒരു സവാളയുടെ പകുതി, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ചധികം വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു കറിവേപ്പില ഇത്രയും കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ചക്കക്കുരുവിന് ആവശ്യമുള്ള ഉപ്പ്, അതായത് 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസിൽ അടുപ്പിക്കാം. ഒരു വിസിൽ അടിച്ചതിന് ശേഷം കംപ്ലീറ്റ് അതിൻ്റെ ആവി പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് അതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി ഒരു ചട്ടി എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു സബോളയുടെ പകുതി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ചധികം വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും ഒഴിച്ച് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന കൂട്ട് കരിഞ്ഞു പോവാതെ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ചക്കക്കുരിന് പകരം നമുക്ക് നേന്ത്രക്കായ, ചേന, കടച്ചക്ക, ചക്ക അങ്ങനെ ഏത് ഐറ്റം വേണമെങ്കിലും ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മൂത്ത് വന്ന മസാലക്കൂട്ടിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഗരം മസാല 1 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് പച്ചക്കുത്ത് മാറുന്നവരെ വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഒരു വിസിലൊക്കെ അടിച്ചു, കുക്കറിൻ്റെ ആവിയൊക്കെ പോയി. നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത് ചക്കക്കുരും അതുപോലെ നമ്മുടെ ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഉള്ള ആ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. പതിയെ ചേർത്ത് കൊടുക്കുക. പൊടി കരിഞ്ഞു പോവാതെ തീ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ആ ഗ്രേവിയൊക്കെ വറ്റി അത്യാവശ്യം കുറുകി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയം നമുക്ക് തീയൊക്കെ ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിലും അതുപോലെ എരിവോ അങ്ങനെ കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാലയുടെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഗരം മസാലയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ചക്കക്കുരുൻ്റെ ആ ബാക്കിലുള്ള ബ്രൗൺ നിറമൊക്കെ നല്ല ആരോഗ്യ ഗുണമുള്ള ഒന്നാണ്. അപ്പോൾ ചക്കക്കുരു ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഒരു തവണയെങ്കിലും ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കാം. ഇതും കട്ടൻ ചായയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഞാനൊരു നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും വരാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു.